ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് പോയ വീഡിയോ ആണേ. അപ്പോൾ ഇത് ട്രിപ്പ് പോയതൊരു 2 മാസം മുമ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത്തെ വീഡിയോ വിഷ്വൽസൊക്കെ ഒന്ന് നമ്മുടെ ചാനലിലൊന്ന് അപ്ലോഡ് ചെയ്തിടാം. പിന്നെ എപ്പോഴെങ്കിലും നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോഴത്തേക്ക് ആ ഒരു മെമ്മറീസൊക്കെ നമ്മുടെ ഓർമ്മയിൽ കിടക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ പോയത് മൂന്നാറിലോട്ടായിരുന്നേ. ഈ ഒരു ട്രിപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു മൂന്നാർ ട്രിപ്പ് പോകണമെന്ന്. പക്ഷേ 14 വർഷം വേണ്ടി വന്നു കേട്ടോ മൂന്നാറിലോട്ട് പോകാൻ. കാര്യം ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് തന്നെ വരുന്ന ലീവിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ സ്കൂൾ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ മാറ്റി വെച്ചൊരു എൻ്റെ ഒരു ഡ്രീമായിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാണ്, ഈ വീഡിയോ ഇതിനകത്ത് കാണിക്കുന്ന വിഷ്വൽസൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞങ്ങൾ പോയപ്പം ചുമ്മാ ഒന്ന് എടുത്ത വിഷ്വൽസാണ്. ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്നൊന്നും വിചാരിച്ച് എടുത്തതല്ല. അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പോയത് മാത്രം. പിന്നെ മൂന്നാറിൽ കുറച്ച് വിഷ്വൽസൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്കിതൊരു മെമ്മറീസായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണേ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ രാവിലെ ഒരു 5 മണിക്കൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ എവിടെ ലോങ് ട്രിപ്പ് പോയാലും രാവിലെ ഇറങ്ങും കേട്ടോ. രാവിലെ ഇറങ്ങിയുള്ള ഗുണമെന്ന് വെച്ചാൽ അത്യാവശ്യം ട്രാഫിക്കൊന്നും കുറവായിരിക്കും. അപ്പം നമുക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ സമയത്ത് നമുക്ക് നേരത്തെ തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റുമേ. അപ്പോൾ ഞങ്ങൾ കോട്ടയൊക്കെ കഴിഞ്ഞ് ഒരു 91 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഇനി മൂന്നാറിലോട്ട് എത്താൻ വേണ്ടി. അപ്പോഴത്തേക്കാണ് മോൻ രാവിലെ എണീറ്റത്. അപ്പോൾ ഇയാൾ രാവിലെ തൊട്ടേ വണ്ടിക്കകത്ത് റെഡിയായിട്ട് അങ്ങ് ഉറങ്ങിക്കോളും, പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇയാൾ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വൈബാട്ടോ. അയാൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് നമ്മളെ ട്രിപ്പ് അടിപൊളിയാക്കി തരും. പക്ഷേ കൂടുതൽ സമയം ഇയാൾ ഉറക്കമായിരിക്കും. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു ബബിൾക്കൊക്കെ ആയിട്ടാണ് ചവച്ചുകൊണ്ട് വന്നത്. അപ്പോഴത്തന്നെ ഞാൻ വഴക്ക് പറഞ്ഞു, ബബിൾക്കം കഴിച്ചിന്, അതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെ ഇങ്ങനെ നമ്മൾ മൂന്നാറിലോട്ട് എൻട്രി ചെയ്യാണ്. ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ ബോറിങ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അത് സമയം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടി നിർത്തി കുറച്ചൊക്കെ വിഷ്വൽസൊക്കെ നല്ല വിഷ്വൽസൊക്കെ ഉള്ളിടത്ത് വണ്ടി നിർത്തി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോയത്. ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നിറച്ച് തേയിലത്തോട്ടങ്ങളും അടിപൊളിയാണ്. ഇപ്പോഴും ഈ ഒരു വിഷ്വൽസൊക്കെ എനിക്ക് കാണുമ്പോഴത്തേക്ക് വീണ്ടും മൂന്നാറിലോട്ട് പോകാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ടൈം ലീവിന് വരുമ്പോഴും വീണ്ടും അവിടെ പോകണമെന്നിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ മൂന്നാറിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ഹോം സ്റ്റേ ഒക്കെ എടുത്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പം നമുക്ക് സമാധാനത്തോടെ എല്ലാ ഭാഗവും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ 2 ദിവസത്തെ സ്റ്റേ ഉള്ളായിരുന്നേ. ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പിലൂടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ റൂംസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു. അവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകിട്ടാണ് പിന്നെ മാട്ടുപ്പെട്ടി ഡാമൊക്കെ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് മേടിച്ചു. പിന്നെ ഭയങ്കര സ്പൈസി ആയിരുന്നു. പിന്നെ അച്ഛനും മോനും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചു. ഇത് നമ്മുടെ എക്കോ വ്യൂ പോയിൻ്റ്, നല്ല സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്രകൃതിയുടെ അടിപൊളി ഒരു ബ്യൂട്ടിയാണ് ഇവിടെ കാണാൻ പറ്റുന്ന. ഫോട്ടോസിനകത്തും വീഡിയോസിനകത്തൊക്കെ നല്ല എന്തോ അത് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും നല്ല രസമാണ്. ഇതാണ് ഞങ്ങളെടുത്ത റൂം കേട്ടോ. 2 റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അങ്ങനെ റൂമിലോട്ടൊക്കെ വന്നു, ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വൈകിട്ട് പിന്നെ ഇയാൾ സ്വിമ്മിങ്ങിനകത്തോട്ട് ഇറങ്ങി, പൂളിനകത്തോട്ട് ഇറങ്ങി കേട്ടോ. പൂൾ 8 മണി വരെ അലൗഡ് ഉള്ളായിരുന്നു. ഇയാൾ 9 മണിയായിട്ടും പൂളിൽ നിന്ന് കയറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കാര്യം വൈകിട്ടായപ്പോൾ മൂന്നാറിൽ നല്ല തണുപ്പായിരുന്നു. അപ്പം എനിക്ക് തന്നെ കുളിക്കാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു, വെച്ചാൽ തണുപ്പ് കൊണ്ട്. പക്ഷേ ആ തണുത്ത വെള്ളത്തിൽ മോൻ ഇങ്ങനെ നീന്തുവാണ്. അയാൾക്ക് പൂള് കണ്ട് അപ്പോഴേ ഇറങ്ങും. പിന്നെ അവിടെ നിന്ന് വരാൻ ഭയങ്കര പാടാണേ. അപ്പോൾ ഏകദേശം 1 വർഷം കൊണ്ട് സ്വിമ്മിങ് പഠിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുക, ഫ്ലോട്ടിങ്ങിനെയൊക്കെ പറ്റിയും ഒരുപാട് ട്രിക്സൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് തരുവാണ്. പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും അയാളെ പൂളിൽ നിന്ന് ഞങ്ങൾ ഇറക്കി. മാനേജറൊക്കെ വന്ന് പറഞ്ഞ് പൂളിൽ നിന്ന് ഇറക്കി. വെള്ളം കണ്ട പിള്ളേരല്ലേ ഇങ്ങനെ കളിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പക്ഷേ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഗ്രീൻ ട്രീസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയത്. ഇടയ്ക്ക് ടോപ്പ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ അവിടുത്തെ വിഷ്വൽസൊക്കെ എടുക്കാൻ വിട്ടുപോയി. കാര്യം എന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു.
പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ രാവിലെ ഫ്രഷപ്പൊക്കെ ആയിട്ട് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലോട്ടായിരുന്നേ. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ബ്രീഡിംഗ് ആയിരുന്നു വരയാടിൻ്റെ. അതുകൊണ്ട് ബ്രീഡിംഗ് പീരീഡ് ആയതുകൊണ്ട് തന്നെ വരയാടിനെ ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, ആനമുടി ആ വ്യൂ പോയിൻ്റൊക്കെ പോയി എക്സ്പ്ലോറൊക്കെ ചെയ്യാം അവരുടെ ഒരു വണ്ടിക്കകത്ത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇടയ്ക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റ്സിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചാനലിൽ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്ത വീഡിയോസൊന്നും അല്ല, അന്ന് ഞങ്ങൾ പോയപ്പോൾ എടുത്ത കുറച്ച് വിഷ്വൽസൊക്കെയാണ്. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. പിന്നെ അടിപൊളിയായിരുന്നു. തേയിലത്തോട്ടമൊക്കെ കണ്ട് പിന്നെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ഇപ്പോഴും ഈ ഒരു വിഷ്വൽസൊക്കെ കാണുമ്പോഴത്തേക്ക് വീണ്ടും മൂന്നാറിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ നമുക്ക് തോന്നും. അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവിടെ കാണാനായിട്ടൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള നേച്ചർ ബ്യൂട്ടീസൊക്കെ അടിപൊളിയാണ്, ഈ തേയിലത്തോട്ടങ്ങളും. പിന്നെ ഞങ്ങൾ കണ്ണൻദേവൻ ടീ ഫാക്ടറിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ഫോട്ടോഗ്രാഫിന്ന് അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്സൊന്നും ഇല്ലാത്തത് കേട്ടോ. അങ്ങനെ അവിടെ പോയി ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തു. പിന്നെ ഞങ്ങൾ മറയൂരൊക്കെ പോയി ശർക്കര ഫാക്ടറിയിലൊക്കെ പോയി ശർക്കരയൊക്കെ മേടിച്ചു. പിന്നെ അതിനുശേഷം കാന്തല്ലൂർ പോയിട്ടുണ്ടായിരുന്നേ. വട്ടവട പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ 2 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് കുറേ സ്ഥലങ്ങളെല്ലാം നമുക്ക് മിസ്സായി. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഇനി വട്ടവടയിലോട്ടൊക്കെ ഒന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കാന്തല്ലൂർ പോയപ്പോഴത്തേക്ക് അവിടുത്തെ എടുത്ത വിഷ്വൽസാണ് കേട്ടോ. കാന്തല്ലൂർ നല്ല ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ട്രിപ്പായിരിക്കും കേട്ടോ ഇത്, വണ്ടിയൊക്കെ ഓട്ടിക്കാൻ. അപ്പം ഞങ്ങൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 1 സൈഡ് ഞാൻ ഓടിക്കണം, 1 സൈഡ് ഏട്ടൻ ഓടിക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 പേർക്കും ടയർഡ്നെസ് ഉണ്ടാവത്തില്ല. അപ്പം തിരിച്ച് ഞാൻ ഫുള്ള് കൊട്ടാരക്കര വരെ ഞാനായിരുന്നു പിന്നെ വണ്ടി ഓടിച്ചത്. എനിക്ക് ഈ ഹില്ലി ഏരിയസൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് വലുതായിട്ട് വിഷ്വൽസൊക്കെ കുറവാണ്, ജസ്റ്റ് ഞങ്ങൾ പോയി വന്ന ആ വിവരങ്ങൾ മാത്രമേ ഉള്ളേ. അപ്പോൾ ചാനലിൽ ഇതൊക്കെ ഒരു മെമ്മറീസായിട്ട് കിടക്കട്ടെ എന്നും പറഞ്ഞ് ഞാനിത് അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.